നമസ്കാരം. ന്യൂസ് വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിന് വർണ്ണാഭമായി. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന അന്തിക്കാട് സ്വദേശിനി സുമനസുകളുടെ സഹായം തേടുന്നു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് NVTV ന്യൂസ് ചാനൽ ചീഫ് റിപ്പോർട്ടർ സജീവൻ കാരമുക്കിനെ ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതിയുടെ സ്നേഹാദരവ്. മാങ്ങാട്ടുകര സ്വദേശിനി മൈസൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം വർണ്ണാഭമായി. കാഞ്ഞാണി വടക്കുകരയുടെ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. 11 കരകളിൽ നിന്നുള്ള ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് കാണികൾക്ക് ആവേശം പകർന്നു. ശിങ്കാരിമേളം, തമ്പോലമേളം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ കരകളിലെ എഴുന്നള്ളിപ്പിന് മാറ്റിയേകി. വൈകിട്ട് 6:30 മുതൽ 8 വരെയായിരുന്നു കൂട്ടിയെഴുന്നള്ളിപ്പ്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും പഴുവിൽ രഘുമാരാരുടെയും പ്രമാണിത്വത്തിൽ 101 കലാകാരന്മാർ ചെണ്ടമേള പെരുക്കത്തിന്റെ വിസ്മയ കാഴ്ചയ്ക്കൊരുക്കി. രാവിലെ 9:30-ക്കുള്ള ശിവേലിയോട് കൂടിയാണ് ചരിത്ര പ്രസിദ്ധമായ വിഷുപ്പൂര മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിടമ്പേറ്റുന്ന കരയ്ക്ക് നൽകി വരുന്ന പൂവശ്ശേരി കുമാരൻ മെമ്മോറിയൽ ത്രിവത്സര റോളിംഗ് ട്രോഫി കാഞ്ഞാണി വടക്കുകരയുടെ സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി നൽകി. പാലാഴിക്കരയുടെ കേഷ് അവാർഡും ഉണ്ടായിരുന്നു. തുടർന്ന് വർണ്ണമഴയും അരങ്ങേറി. 15-ന് പുലർച്ചെ 5 മണിക്ക് 10 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പോടുകൂടി ഈ വർഷത്തെ പൂര മഹോത്സവത്തിന് സമാപനം കുറിച്ചു. പരിപാടികൾക്ക് സമാജം പ്രസിഡന്റ് ബിജു ഒല്ലൈൻകാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ട്രഷറർ ജയപ്രകാശൻ പണ്ടാരൻ, സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, വൈസ് ചെയർമാൻമാരായ ഗോപി കോരത്ത്, ധനീഷ് മടത്തിപ്പറമ്പിൽ, സംരക്ഷണ സമിതി ട്രഷറർ സുനിൽ കുമാർ KD, മറ്റു ഡയറക്ടർമാർ, മാതൃസമിതി, ക്ഷേത്ര സ്കൂൾ ഉപസമിതി, മറ്റു സബ് കമ്മിറ്റികൾ നേതൃത്വം നൽകി. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന അന്തിക്കാട് സ്വദേശിനി സുമനസുകളുടെ സഹായം തേടുന്നു. റിപ്പോർട്ട് സജീവൻ കാരമുക്ക്. അന്തിക്കാട് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്ന പണ്ടാരൻ പരേതരായ നാരായണൻ ദേവികി ദമ്പതികളുടെ മകൾ 58 വയസ്സുള്ള പ്രേമയാണ് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടിനു വേണ്ടി സുമനസുകളുടെ സഹായം തേടുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റും തുണിയും കൊണ്ട് വലിച്ചു കെട്ടിയ ഷെഡിലാണ് ഒരു സുരക്ഷയുമില്ലാതെ രാത്രികാലങ്ങളിൽ അന്തിയുറങ്ങുന്നത്. അടുക്കളയും കിടപ്പുമുറിയും എല്ലാം ഒറ്റമുറിയിൽ തന്നെയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യമില്ല. വർഷങ്ങളായി വിധവയും രോഗിയുമായി പ്രേമ ദുരിത ജീവിതം നയിക്കുന്നത്. പ്രേമിയെ മണ്ണുത്തി നടത്തറയിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നുവെങ്കിലും ഭർത്താവിന്റെ മരണത്തോടുകൂടി ആദ്യ ഭാര്യയിലുള്ള മക്കളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്തതിനാൽ സ്വന്തം ജന്മനാട്ടിൽ പ്രേമിയുടെ പേരിലുള്ള 3 സെന്റ് ഭൂമിയിൽ നിലനിൽക്കുന്ന ഷെഡിൽ താമസം തുടങ്ങുകയായിരുന്നു. ചോർന്നൊലിക്കുന്നത് കൊണ്ടും ഇപ്പോഴത്തെ കടുത്ത ചൂടും സ്വന്തം വീട്ടിൽ ഉപജീവന മാർഗമായി തയ്യൽ തൊഴിൽ ചെയ്യാനും അന്തിയുറങ്ങാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഞാൻ ഇവിടെ അന്തിക്കാട് 5-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. എന്നെ കല്യാണം കഴിച്ചത് മണ്ണുത്തി നടത്തറയ്ക്കാണ്. അപ്പോൾ അവിടെ ഭർത്താവ് മരിച്ചു. കുട്ടികൾ സെക്കൻഡ് മാരേജ് ആയിരുന്നു. കുട്ടികൾക്കും പിന്നെ വേണ്ടതായി. കുട്ടികൾ വളർന്നപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് താമസിക്കാനൊരു സ്ഥലമില്ല. അവിടെ ആങ്ങളയ്ക്ക് ഒരു ചെറിയൊരു ഷെഡ് വെച്ച് ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നിൽക്കായിരുന്നു. ഇപ്പോൾ 2 വർഷമായാലും നിന്നു. ഇപ്പം അത് ചോർന്നൊലിച്ച അവസ്ഥയൊക്കെയാണ്. അപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷിച്ചപ്പോൾ ഇപ്പോൾ ഒരു 4 കൊല്ലം പിടിക്കുന്നതാണ് പറഞ്ഞത്. ലൈഫ് പദ്ധതി ഇപ്പോൾ കൊടുക്കുന്നില്ല, നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു 4 വർഷം പിടിക്കുമെന്ന് പറയുന്നു. അപ്പം അത്രയും എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വൈകുന്നേരം അവിടെ ചെന്ന് കിടക്കും. രാവിലെ ഇവിടെ വന്ന് ഇവിടെ മെഷീനിട്ട് തയ്ക്കും. എനിക്ക് മറ്റു പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഈ മൈഗ്രെയിനും തലവേദനയും ഛർദിയൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് താമസിക്കാനൊരു ചെറിയൊരു വീട്
വെച്ച് കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. മഴ നനയാതെ ചൂടേൽക്കാതെ സ്വന്തം കൈത്തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്താനും അസുഖബാധിതയായി പ്രേമിക്ക് തലച്ചേക്കാൻ ഒരു വീടെന്ന സ്വപ്നം സഫലീകരിക്കാൻ ഈ വീഡിയോ കാണുന്ന സുമനസ്സുകൾ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേമ. വാർഡംഗമായി ശരണിയും പ്രേമയ്ക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. പ്രേമയുടെ ഫോൺ നമ്പർ 8301955167. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8301955167. ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ മെമ്പറാണ്. ഇതെൻ്റെ വാർഡിൽ പണ്ടാരം പ്രേമ എന്ന് പറയുന്ന ചേച്ചിയുടെ വീടാണ്. നമുക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം, വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ വീട് ഇരിക്കുന്നത്. ആ ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ആ ചേച്ചിക്ക് ഇത് വീട് പുതുക്കി പണിയാനോ എന്നുള്ളൊരു സാമ്പത്തിക ശേഷിയില്ല. വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിലാണ്. അപ്പോൾ അത് അന്തിക്കാട് പഞ്ചായത്തിൽ ലൈഫിൻ്റെ ലിസ്റ്റിൽ വെക്കാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടില്ല. ഇനി സ്കീം വരുമ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴേക്കും വീട് വളരെ ആയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ ചേച്ചീനെ സഹായിക്കാനായിട്ട് മുൻകൈ എടുത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് NVTV ചീഫ് റിപ്പോർട്ടർ സജീവൻ കാരമുക്കിന് ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതിയുടെ സ്നേഹാദരവ്. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലൈങ്കാട്ടിൽ നിന്ന് സ്നേഹാദരവ് സജീവൻ കാരമുക്ക് ഏറ്റുവാങ്ങി. വിഷുപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്തങ്ങൾ അവതരിപ്പിച്ചു കാരമുക്ക് നാട്ടുകലയായ നൃത്തവിദ്യാലയത്തിലെ കലാകാരികളെയും നൃത്താധ്യാപികയെയും വേദിയിൽ വെച്ചു ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, ഡയറക്ടർമാരായ വത്സരാജ് കുന്നത്തുള്ളി, ജോഷി എരണയെഴുത്ത്, സമാജം സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ ധനേഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ വാർത്താവിശേഷങ്ങളും ദിനംപ്രതി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സജീവകാരമുക്കിന് സ്നേഹാദരവ് കൊടുക്കുന്നതിന് വേണ്ടി സമാജ പ്രസിഡന്റ് ബിജു ഒല്ലൈങ്കാട്ടിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഒട്ടുതിരുനാളിന്റെ കൂടുതുറക്കൽ ശുശ്രൂഷ ഇടവക പള്ളിയിൽ ഏപ്രിൽ 13 ശനിയാഴ്ച വൈകിട്ട് 4 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവക പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം തീർത്ഥ കേന്ദ്രത്തിൽ സമാപിച്ചു. തുടർന്ന് പ്രസിഡന്റി വാഴ്ചയും ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രിയോടെ തീർത്ഥ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, വളണ്ടിയർ കൺവീനർ കുര്യൻ തേറാട്ടിൽ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുനാൾ ദിനമായി ഏപ്രിൽ 14 ഞായറാഴ്ച കാലത്ത് 6:30 ഇടവക പള്ളിയിലും 8-നും 10-നും വൈകിട്ട് 4-നും തീർത്ഥ കേന്ദ്രത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അടിമസമർപ്പണം കാലത്ത് 10-നും ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന കാലത്ത് 10:30-നും ആയിരിക്കും ഉണ്ടായിരിക്കുക. രാവിലെ 8 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 വരെ നേർച്ച ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥ കേന്ദ്രത്തിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് പ്രദക്ഷിണത്തിന് ശേഷം വൈകിട്ട് 9 മണി വരെ ബാൻഡ് വാദ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചില കാര്യങ്ങളിൽ നമുക്ക് എപ്പോഴും ഗ്യാരണ്ടി ഉണ്ട്. ക്ലൈമാക്സിൽ വില്ലൻ ഫിനിഷ്, പ്രണയ ജോഡികളായി നായകന്മാർ,
കുക്ക് സ്റ്റെപ്പ് നിറഞ്ഞാടുന്ന ഗാനരംഗങ്ങൾ, ഒരിക്കലും പിരിയാത്ത ബാല്യകാല പ്രണയം. ഒപ്പം എഡൽവൈസ് ടോക്കിയോ ലൈഫിന്റെ ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാൻസ്, കൂടാതെ വളരെ കാലം വരെ ലൈഫ് കവറും ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന ഏറ്റവും നല്ല പ്ലാൻ. വാർത്തകൾ തുടരുന്നു. കാരമുക്ക് ശ്രീ നാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിയരങ്ങ് 2024 എന്ന പേരിൽ അവധിക്കാല കലാകായിക പരിശീലന ക്യാമ്പ് ഏപ്രിൽ 17 മുതൽ മെയ് 20 വരെ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അവധിക്കാല പരിശീലന ക്യാമ്പിന്റെയും കായിക ഇനങ്ങളിൽ ശേഷിയുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകി അന്തർദേശീയ നിലവാരമുള്ള താരങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച SNGS സ്പോർട്സ് അക്കാദമിയുടെയും ഉദ്ഘാടനം 17 രാവിലെ 9 മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി നിർവഹിക്കുമെന്നും ത്രിദിന അഭിനയ കളരി സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് പരിശീലനം നൽകുമെന്നും സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ പറഞ്ഞു. സിനിമ, നാടകം, പ്രസംഗം, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം ക്യാമ്പിൽ പരിശീലിപ്പിക്കുന്നത്. ഏതു വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണെന്നും താല്പര്യമുള്ളവർ 7550089886 9349343433 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അറിയിച്ചു. പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രീത P. രവീന്ദ്രൻ, പ്രധാനാധ്യാപിക ജയന്തി N. മേനോൻ, അധ്യാപകരായി ദിനേശ് EV, ബിദ P. ദാസ് എന്നിവർ പങ്കെടുത്തു. പറ്റാത്തവർക്ക് സ്കോളർഷിപ്പ്, അതിപ്പോ നമ്മളിപ്പോ ഫുട്ബോളിനാണെങ്കിൽ 400 രൂപ തിയേറ്റർ വർഷമാണ്, ഒരു മാസത്തെ ഫീസാണ്. ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ ലഭിക്കണമെന്ന ആവേശവുമായി അച്ഛനും മകളും നിൽപ്പ് സമരം നടത്തി. പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കിഴക്കുമുറി വില്ലേജ് ഓഫീസിന് മുമ്പിൽ ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുമായി തേക്കാനത്ത് ഫ്രാൻസിസും മകൾ ജാൻസിയുമാണ് നിൽപ്പ് സമരം നടത്തിയത്. വേറെ വരുമാന മാർഗമില്ലാത്ത ഇവർക്ക് വാർദ്ധക്യ പെൻഷനും വികലാംഗ പെൻഷനുമാണ് ഏക ആശ്രയം. മാസങ്ങളായി കിട്ടാനുള്ള ക്ഷേമ പെൻഷനുകൾ ഉടനെ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 72 വയസ്സുള്ള അച്ഛനും 33 വയസ്സുള്ള മകളുമാണ്. 1200 രൂപയോളം മകൾക്ക് ഒരു മാസം മരുന്നിനാകും. അതുവഴി കടന്നു വന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡ്രൂ തൊറയൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മകൾക്ക് കഴിക്കാനുള്ള മരുന്ന് ഇന്ന് തീരുമെന്നും അത് തീർന്നാൽ ഗുരുതര പ്രശ്നമാണ് എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു നൽകുകയും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ സമരം നടത്തുന്നതുവരെ സന്ദർശിക്കുകയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഫ്രാൻസിസ് സാറിനും മകൾ ജാൻസിയും കൂടിയിട്ട് ഇവിടെ സമരം ചെയ്യുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഇവർ നിൽക്കുന്നുണ്ടപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഏകദേശം ക്ഷേമ പെൻഷൻ മാസം ഒരു 3200 രൂപ രണ്ടുപേർ കൂടി കിട്ടുന്നതാണ്. ഒന്ന് വികലാംഗ പെൻഷനും ഒന്ന് വാർദ്ധക്യ പെൻഷനുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മുടക്ക് വന്നപ്പോൾ അത് സ്ഥിരം കഴിക്കുന്ന മരുന്ന് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ചോദിച്ചത് മനസ്സിലായത്. എൻ്റെ വാർഡിലെ അംഗങ്ങളാണ് 2 പേരും. അപ്പോൾ മരുന്ന് വാങ്ങാനുള്ള സംവിധാനം ഞാൻ ഇന്ന് തന്നെ അതിന് മാർഗം ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റു ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ തീരുമാനിക്കട്ടെ. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഏപ്രിൽ 11 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം
പഴുവിൽ ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ സലാം കക്കേരി, പഴുവിൽ സെൻട്രൽ മസ്ജിദ് സെക്രട്ടറി മുഹമ്മദ് അറിയലകത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പഴുവിൽ മതസൗഹാർദ്ദ കൂട്ടായ്മ സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, PA ദേവിദാസ്, അബ്ദുൾ സലാം കക്കേരി, ഓസ്റ്റിൻ മാസ്റ്റർ, MN രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, ലൈറ്റ് ആൻഡ് പന്തൽ കൺവീനർ ഷേണോ തട്ടിൽ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 12, 13, 14 വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ആഘോഷങ്ങളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. തിരുനാൾ ദിനമായ ഏപ്രിൽ 14 ഞായറാഴ്ച രാവിലെ 6:30 ഇടവക പള്ളിയിലും രാവിലെ 8 മണിക്കും 10:30 വൈകിട്ട് 4 മണിക്കും തീർത്ഥ കേന്ദ്രത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. രാവിലെ 10:30 നടന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പരപ്പൂർ ഫൊറാന വികാരി റവറൻഡ് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. നെഹ്റു നഗർ ക്രിസ്തുരാജ് ഭവൻ സുപ്പീരിയർ റവറൻഡ് ഫാദർ ലിജോ ഐക്യരത്താഴ് തിരുനാൾ സന്ദേശം നൽകി. അടിമസമർപ്പണം കാലത്ത് 10 മണിക്ക് നടന്നു. രാവിലെ 8 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണി വരെ നേർച്ചയൂട്ട് ഉണ്ടായിരുന്നു. വൈകിട്ട് 4 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചെറുക്കേക്കോട് വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് ഊക്കൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം തീർത്ഥ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച ഇടവക പള്ളിയിൽ സമാപിച്ചു. പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴയും ബാൻഡുവാദ്യവും ഉണ്ടായിരുന്നു. ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ ഭവനം എന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി 6-നും നവനാൾ തിരുകർമ്മങ്ങൾ ഏപ്രിൽ 5-നും ആരംഭിച്ചു. തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ 7-ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ഏപ്രിൽ 11-നും കൂടുതുറക്കൽ ശുശ്രൂഷ ഏപ്രിൽ 13-നും നടന്നു. കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ ഏപ്രിൽ 12, 13 ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥ കേന്ദ്രത്തിൽ സമാപിച്ചു. 8-ാം ഇടം ഏപ്രിൽ 21 ഞായറാഴ്ച ആഘോഷിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 6795 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിന് വർണ്ണാഭമായി. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന അന്തിക്കാട് സ്വദേശിനി സുമനസുകളുടെ സഹായം തേടുന്നു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് NVTV ന്യൂസ് ചാനൽ ചീഫ് റിപ്പോർട്ടർ സജീവൻ കാരമുക്കിനെ ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതിയുടെ സ്നേഹാദരവ്.
മാങ്ങാട്ടുകര സ്വദേശിനി മൈസൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.